ഇന്ന് ചൂണ്ടിടാനായിട്ട് നമ്മുടെ മെയിൻ സ്പോട്ട് ആയിട്ടുള്ള ചീപ്പിഞ്ചിറയിലേക്ക് ഉണ്ട് പൊക്കോണ്ടിരിക്കുന്നത്. ദേ ഈ കാണുന്നത് നമ്മുടെ പൂവത്തുംകടവ് പാലം ഉണ്ടാ. തീരെ ചെറിയ ഹുക്ക് ഇട്ടുണ്ട് ചൂണ്ടിടുന്നത്. ചെമ്മീനാണ് ബൈറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. എപ്പോഴേലും അവിടെ ചൂണ്ടിടുമ്പോ ചെറിയ ചെറിയ മീനുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട് കേട്ടാ. ദേ ഇവിടെ കുറച്ച് ചൂണ്ടക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ ദേ സ്ഥലത്ത് എത്തിയിട്ടാ. സാധാരണ ചൂണ്ടിടുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് മാറിയിട്ടുണ്ടാ ഇത്തവണ ചൂണ്ടിടുന്നത്. മുമ്പൊക്കെ ഇവിടെ ചൂണ്ടിടാൻ വരുമ്പോ ഇഷ്ടം പോലെ അറിഞ്ഞിലും പൂളാനൊക്കെ കിട്ടാറുണ്ട് കേട്ടാ. ഇത്തവണ എന്തുട്ടാണ് കിട്ടണെന്ന് അറിഞ്ഞൂടാ. പിന്നെ തീരെ ചെറിയ ഹുക്ക് ഇട്ടിട്ടുണ്ടാ ചൂണ്ടിടാൻ പോണത്. അതുകൊണ്ട് തന്നെ ചെറിയ മീൻ പിടിച്ചാൽ തന്നെ ഹുക്കായിട്ട് കിട്ടും. ഇതേ കണ്ട തീരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള 2 റോഡുണ്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ ചെറിയ മീൻ പിടിച്ചാൽ തന്നെ ശരിക്കും നമുക്ക് ആ ഫീല് കിട്ടും കയ്യിൽ. അങ്ങനെ പതിവൊക്കെ തെറ്റിച്ചിട്ട് ആദ്യം തന്നെ ഒരു കല്ലങ്കോരനുണ്ട കിട്ടിയിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങനെ സാധാരണ കല്ലങ്കോരനൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല. ഈ കല്ലങ്കോര എന്ന് പറയുന്ന മീൻ കഴിക്കാനൊക്കെ എടുക്കാൻ പറ്റുന്ന മീൻ തന്നെ ഉണ്ടാ. പക്ഷെ അധികം ആൾക്കാർ ഇതിന് എടുക്കാറില്ല. ഇതിന്റെ തൊലിയൊക്കെ ഭയങ്കര ഹാർഡാണ്. പിന്നെ ചെകിളനോട് ചേർന്ന് 2 മുള്ളും ഉണ്ട്. അതും ഒന്ന് സൂക്ഷിക്കണം. വലിയ ടൈമൊന്നും വെയിറ്റ് ചെയ്യേണ്ട വരുന്നില്ല കേട്ടാ. മീൻ പെട്ടെന്ന് തന്നെ കയറി കൊത്തുന്നുണ്ട്. പക്ഷെ വലിച്ചത് കിട്ടിയില്ല. കപ്പിടിയല്ലടത്, കപ്പിടിയല്ലത്. നമുക്ക് ഈ കല്ലങ്കോരനെ തന്നെ ഉണ്ടാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ വേറെ മീനൊന്നും കൊത്തിയിട്ടില്ല. അത് മുള്ളു കൊള്ളും കയ്യില്. മതി മതി മതി. ഇനി ഇടട്ടെ, കവറിലിടട്ടെ. ഇവിടെ ഇരിക്കട്ടെ കേട്ടാ, കവർ ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഇത്തവണ നമുക്ക് ഇവിടുന്ന് സ്ഥിരം കഷിനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ, പൂഴാൻ. അല്ലെങ്കിൽ കൂടുതലും പൂഴാനാണ് കിട്ടിക്കൊണ്ടിരുന്നത്. തീരെ ചെറിയ ഹുക്കായോണ്ട് തന്നെ ഈ പൂഴാനൊക്കെ കുളത്ത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വിഴുങ്ങുന്നുണ്ട് കേട്ടാ. ഈ പെട്ടെന്ന് ചൂണ്ട വിഴുങ്ങണ കാരണം ഈ പൂഴാൻ പിടിച്ചു കഴിഞ്ഞാൽ മീൻ മിസ്സാവാനുള്ള ചാൻസ് ഭയങ്കര കുറവുണ്ടാ. ഇപ്പൊ സമയം ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പൊ അധികം നേരം ഒന്നും ഇവിടെ ലൈറ്റ് ഉണ്ടാവൂല. പെട്ടെന്ന് ഇരുട്ടായി തുടങ്ങും. എങ്ങോട്ടുണ്ടാടി കുഴി വീഴോടി. അപ്പുറത്തേക്കോ. ഇന്ന് കല്ലങ്കോരയുടെ ദിവസം ഉണ്ടാ. ഈ സാധനത്തിന് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ 3ാമത്തെ 4ാമത്തെ കണ്ടാ. ചെമ്മീൻ കണ്ടു കഴിഞ്ഞാൽ ഈ സാധനം എവിടെ ഉണ്ടെങ്കിലും വന്ന് പിടിച്ചോളും. എത്ര മീമിയായി? 4 മീൻ. മീൻ ഇവിടെ ഇരിക്കട്ടെ കേട്ടാ. ഇവിടെ ഇരിക്കട്ടെ. ആകെ ഇവിടെ ഇരിക്കും. മീമി പോകാണ്ട് നോക്കിട്ടാ. കാക്ക കൊണ്ടുപോകാണ്ട് നോക്കണം കേട്ടാ. ഇവിടെ ഇരിക്കും. കൊണ്ട് നോക്കണ്ടത് മീമിനെ. ഒരെണ്ണത്തിനെയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. കല്ലങ്കോരനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ചൂണ്ടിടാൻ വരാനുള്ള മെയിൻ റീസൺ ഇതുണ്ടാ. ബോറടിക്കൂല. പക്ഷെ വലിക്കണത് ചേട്ടന്റെ ബാക്കിൽ പോയി. ചേട്ടനല്ലേ ഇപ്പുറത്ത് നിന്നിരുന്നത്. ഇവിടെ ഇട്ടേ, ഇവിടെ ഇട്ടത് അത് കൈ മുള്ളുണ്ട് അതില്. ഇതിനെ പിടിക്കുമ്പോ കുറച്ചൊന്നും ശ്രദ്ധിക്കണം കേട്ടാ. ഒരു 2 മുള്ളുണ്ട് ഇതിന്റെ ചെകിളയില്. ഓ മുള്ളു മുള്ളു മുള്ളു. ഇത്രയും മീമിയായി. അവിടെ ഇരിക്കടാ മീമി. സാധാരണ നമുക്ക് ഇവിടുന്ന് ഇഷ്ടം പോലെ അറിഞ്ഞിലൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇത്തവണ ഒരെണ്ണത്തിനെ പോലും കിട്ടിയിട്ടില്ല ഇതുവരെ. ദേ അടുത്തത് വരുന്നുണ്ട് കേട്ടാ. വീടല്ല അവനെ പിടിക്കാം ആദ്യം. മീൻ പൊക്കോട്ടെ. ഓടിക്കും. അങ്ങനെ കുറച്ചു നേരം കൊണ്ട് ദേ ഇത്രയും മീനായിട്ടുണ്ട് കേട്ടാ. കിട്ടിന്നു പെട്ടെന്ന്. അത്യാവശ്യം കരിമീനൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ട് തന്നെ ഉണ്ടാ. പക്ഷെ കരിമീൻ ഇതേപോലെ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടൂല ചൂണ്ടയില്. പിന്നെ നമ്മൾ മൈദയൊക്കെ ബൈറ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണം. ഇത് കണ്ട ചൂണ്ടയൊക്കെ ഒത്തുണ്ട്. വലിച്ചായിരുന്നല്ലോ പോയി. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായിട്ട് വന്ന് ചൂണ്ടയിടാം. പിന്നെ ഫാമിലി ആയിട്ട് വെറുതെ ടൈം സ്പെൻഡ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ദേ വലിക്കുന്നുണ്ട് കേട്ടാ. കിട്ടി. കിട്ടിയിട്ട് മീൻ കിട്ടി. മീൻ താഴെട്ടോ.
പിടക്കിലണ്ട. ഈ മീൻ ഭയങ്കര ആക്റ്റീവ് ഉണ്ടാ, ഭയങ്കര സ്പീഡൊക്കെയാണ് ഇതിന്. ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മീൻ കൊത്തുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഏകദേശം ഒരു കവർ നിറച്ച് മീനാവാറായിട്ടുണ്ട് കേട്ടാ. ചെറിയ കവറാണെന്നുള്ളൂ. അതിനോട് ചേർന്ന് തന്നെ കണ്ടാ ഈ ഞണ്ടുകളൊക്കെ. പല ടൈപ്പ് ഞണ്ടുകളുണ്ട് കേട്ടാ. ചിലതിൻ്റെ ഒക്കെ കാലൊക്കെ നല്ല ചോപ്പ് നിറത്തിലുള്ളതൊക്കെ ഉണ്ട്. ഒരു ചെമ്മീൻ ഇട്ട് നോക്കാട്ടാ. അവന്മാര് അത് അടിപൊളിയായിട്ട് അവിടെ ഇരുന്ന് തിന്നുന്നുണ്ട്. ചൂണ്ടയിൽ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് മീൻ അടിക്കുന്നുണ്ട് കേട്ടാ. ഇന്ന് പിന്നെ കംപ്ലീറ്റ് ഈ സാധനം തന്നെയാണ്, കല്ലങ്കോര. ആകപ്പാടെ ഒരു പൂഴാനെ കിട്ടിയിട്ടുണ്ട് വെറൈറ്റി ആയിട്ട്. ഇവന്മാരെ ഇന്ന് കൂട്ടായിട്ട് വന്ന് നിൽക്കണമെന്ന് തോന്നിട്ടാ. അതാണ് ഈ പെട്ടെന്ന് കയറി പിടിക്കുന്നത്. ഇനി ഒരു ദിവസം ഇവിടെ കരിമീന് വേണ്ടി ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഇത് അത്യാവശ്യം വലിയ മീനുകളൊക്കെ ഉള്ള ഒരു സ്പോട്ട് തന്നെ ഉണ്ടാ. ചെമ്പല്ലിയൊക്കെ കിട്ടും. പക്ഷെ അതിനൊക്കെ നമ്മൾ കുറേ നേരം ഇവിടെ ചിലവഴിക്കേണ്ടി വരും. പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടാറില്ല. ഇതാവുമ്പോൾ പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചറ പറയുന്നു പറഞ്ഞ് മീൻ കിട്ടിക്കൊണ്ടിരിക്കും. വലിയ ബോറടി ഒന്നും ഉണ്ടാവില്ല. ഇപ്പം അത് ഏകദേശം അരമണിക്കൂർ മേലെ ആയിട്ടുണ്ട് കേട്ടോ ചൂണ്ടിട്ട് തുടങ്ങിയിട്ട്. കണ്ടാ ഇത്ര മീൻ കിട്ടി. ഇപ്പോഴും മീനൊക്കെ കൊത്തുന്നുണ്ട് കേട്ടാ. പക്ഷെ സന്ധ്യ ആയതുകൊണ്ട് ചൂണ്ടിടല് പയ്യനെ നിർത്താൻ പോകണ്ട. അപ്പൊ കുറച്ച് ടൈം കൊണ്ട് ഇത്ര മീനുണ്ടാ കിട്ടിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ.